Good evening to all. So, disaster management second class ആണിത്. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്താണ്, അതേപോലെ എർത്ത് സർഫസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള അതായത് സിസ്റ്റംസ് ഓഫ് എർത്ത്, ലിത്തോസ്ഫിയർ പറഞ്ഞു, അതിൻ്റെ കോമ്പോസിഷൻസ് പറഞ്ഞു, റോക്സ് പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. പിന്നെ നെക്സ്റ്റ് ലെയർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയർ ആണ്. സോ atmosphere, this is the gaseous layer surrounding the earth and held to surface by gravity. അതാണ് നമ്മൾ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു അറ്റ്മോസ്ഫിയർ അതായത് ഗാഷ്യസ് ആയിട്ടുള്ള ഒരു ലെയറാണ് എർത്തിൻ്റെ മുകളിൽ തന്നെ കാണപ്പെടുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു ലെയറിൽ 4 പാർട്ടാക്കി, ഈ ഒരു അറ്റ്മോസ്ഫിയർ ലെയറിനെ 4 ലെയർ പാർട്ടാക്കിയിട്ട് 4 പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ. Here we can see the images. എർത്ത് സർഫസിൽ നിന്ന് ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ. തെർമോസ്ഫിയറിൻ്റെ ഔട്ടർ പോസ്റ്റിനെ എക്സോസ്ഫിയർ എന്നും വിളിക്കുന്നു. സോ ഇതാണ് ഇതിൻ്റെ ഒരു പാർട്സ് ഘടന എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് വൺ, ട്രോപ്പോസ്ഫിയർ. എർത്ത് സർഫസിൽ നിന്ന് ക്ലോസ്ഡ് ആയിട്ടുള്ള ഫസ്റ്റ് ലെയറിനെയാണ് നമ്മൾ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. എർത്ത് സർഫസിൻ്റെ തൊട്ട് മുകളിൽ ഡെൻസ് പാർട്ടിലാണ് ഈ ഒരു ട്രോപ്പോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിൻ്റെ ടോട്ടൽ 100%-ൽ 70% ഓഫ് മാസ് എന്ന് പറയുന്നത് ഈ ട്രോപ്പോസ്ഫിയർ ആണ്. സോ ദ ബോട്ടം dense part containing 70% of the mass close to the ground is troposphere. It reaches up to 11 kilometers from the ground. Clouds, storms, fog and haze are found only in the troposphere. ഗ്രൗണ്ട് സർഫസിൽ നിന്ന് ഗ്രൗണ്ടിൽ നിന്നൊരു 11 കിലോമീറ്റർ വരെയാണ് നമ്മൾ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ക്ലൗഡ്സ് കാണാം, സ്റ്റോംസ് കാണാം, ഫോഗ് കാണാം, ഹെയ്സ് കാണാം. ഹെയ്സ് എന്ന് പറയുന്നത് ഒരു മിസ്റ്റ് പോലെയുള്ള ഒരു സംഭവം, അതിനെയാണ് നമ്മൾ ഹെയ്സ് എന്ന് വിളിക്കുന്നത്. ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. ഇതിന് വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആറ്റിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് ആൾട്ടിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് അവിടെ ടെമ്പറേച്ചർ കുറയും. So the temperature in the layer decreases is 6.4 degrees Celsius per kilometer with height. അങ്ങനെ കുറയുന്ന ആ ഒരു ആൾട്ടിറ്റ്യൂഡിനെ, അല്ലെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് കൂടുന്തോറും ടെമ്പറേച്ചർ കുറയുന്നതിനെ ലാപ്സ് റേറ്റ് എന്നാണ് പറയുന്നത്. ശ്രദ്ധിക്കുക, ടേംസ് മനസ്സിൽ വെക്കുക. ലാപ്സ് റേറ്റ്. The border of the atmosphere is called tropopause, and tropopause acts like lid over the troposphere. Temperature stops decreasing in the tropopause. That is, ഈ ഒരു ട്രോപ്പോസ്ഫിയറിൻ്റെ ബോർഡർ, ഈ ഒരു ലൈൻ കണ്ടോ, ഇതിനെയാണ് നമ്മൾ ട്രോപ്പോപ്പോസ് എന്ന് പറയുന്നത്. ഈ ട്രോപ്പോസ്ഫിയറിൻ്റെ ഒരു ലിഡായിട്ട്, ഓവർ ലിഡായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. So this is the first layer. And the second one is stratosphere. This is a clear layer above troposphere that extends to a height of 50 kilometers from the Earth's surface. Earth surface il ninnu 50 kilometers, അതായത് 11 to 15 kilometers ഉള്ള portion. This layer does not have clouds, storms or dust. Clouds are not formed since water vapor is absent. വാട്ടർ വേപ്പർ ആബ്സെൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്ലൗഡ്സ് ഫോം ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് സ്ട്രാറ്റോസ്ഫിയറിൽ കാണാൻ സാധിക്കില്ല. ഓസോണോസ്ഫിയർ ഈസ് എ ഇമ്പോർട്ടൻറ്റ് ലെയർ ഫൗണ്ട് ഇൻ സ്ട്രാറ്റോസ്ഫിയർ.
Ozone absorbs and prevents the harmful ultraviolet radiation from reaching Earth, thereby protecting life. The maximum concentration of ozone occurs at 20 km from the ground level. Above the stratosphere, there is a small layer is called stratopause, where the temperature neither increases nor decreases with the height. ഇവിടെ നമ്മൾ ട്രോപ്പോപോസ് പറഞ്ഞതുപോലെ ഈ ഒരു എൻഡിങ് പോർഷനിൽ ഒരു ലെയർ ഉണ്ട്, അതിനെ നമ്മൾ സ്ട്രാറ്റോപോസ് എന്നാണ് പറയുന്നത്. സ്ട്രാറ്റോസ്ഫിയറിൽ മെയിൻ ആയിട്ട് നമുക്കൊരു ഓസോൺ ലെയർ, നമുക്കറിയാം അൾട്രാവയലറ്റ് നമ്മുടെ ഭൂമിയിലേക്ക് എത്തിയാൽ നമ്മളെ നശിപ്പിക്കുന്ന അൾട്രാവയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്താൻ സഹായിക്കുന്നത് ഓസോൺ ലെയർ ആണ്. ആ ഓസോൺ ലെയറും നമുക്ക് ഇൻക്ലൂഡ് ആയിട്ടുള്ളത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. Then the third layer is mesosphere. The portion of the atmosphere above stratosphere between 50 and 80 kilometer is known as mesosphere. ഈ ഒരു portion. It starts from the edge of the stratopause, and through the temperature in mesosphere near the stratosphere is higher by about 10 degrees Celsius. It falls minus 75 degrees Celsius at 80 kilometer. The temperature കുറയുന്നതിനനുസരിച്ച് അവിടെ ഹയർ ചെയ്യുന്നുണ്ട്. And the density of the air at the height is about 1/1000 as the sea level. The mesosphere plays crucial role in radio communication as ionization occurs here. The sunlight passing through this layer converts individual molecules charged ions. These ionized particles concentrated as zone layer, which is named as D layer. The D layer reflect radio waves transmitted to Earth. റേഡിയോ വേവ്സ് ട്രാൻസ്മിറ്റ് ചെയ്യാന്ന് പറയുന്നില്ലേ, അത് ഇവിടെയുള്ള സൺലൈറ്റ് പാസ് ചെയ്യുമ്പം അത് ലെയറിലേക്ക് തട്ടുന്ന സമയത്ത് അവിടെ മോളിക്യൂൾസ് ചാർജ്ഡ് അയേൺസ് ആയിട്ട് മാറും. മോളിക്യൂൾസ് ചാർജ്ഡ് അയേൺസ് ആയിട്ട് മാറും. ഈ അയേൺസ് ഓസോൺ ലെയറിൽ പാർട്ടിക്കിൾ ചെയ്യുന്ന സമയത്താണ് അവിടെ റേഡിയോ വേവ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് തെർമോസ്ഫിയർ. ലാസ്റ്റ് പോർഷനാണ് തെർമോസ്ഫിയർ എന്ന് പറയുന്നത് അല്ലേ. എക്സ്റ്റെൻഡ് ഫ്രം 18 kilometer to 660,000 kilometer from the earth. Here the temperature increases about 2000 degrees Celsius. The property of thermosphere is radially different from others. Ions are abundant. ഇവിടെ ions എന്ന് പറയുന്നത് abundant in thermosphere ആയിരിക്കും. The thermosphere in the past that most of the approaching materials burn reach the earth. ബേൺ ചെയ്യുന്ന സമയത്ത് നേരിട്ട് ഭൂമിയിലേക്ക് എത്തും ഈ ഒരു അപ്രോച്ചിങ് മെറ്റീരിയൽസ് എന്ന് പറയും. സോ ഈ 4 എണ്ണമാണ് നമ്മളൊരു അറ്റ്മോസ്ഫിയറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പോർഷൻസ് എന്ന് പറയുന്നത്. ദെൻ ഇതിൽ നമുക്ക് പഠിക്കാനുള്ള നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ഓസോൺ ലെയർ ആണ്. സോ നമ്മൾ പറഞ്ഞു ഓസോൺ ലെയർ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ലെയർ ആണ് അല്ലേ, എവിടെയുള്ള സ്ട്രാറ്റോസ്ഫിയറിലുള്ളത്. ഓസോൺ അഥവാ O3 എന്ന് പറയുന്നത് ഈ ലെയറിൽ കാണപ്പെടുന്നതാണ്. ഈ ലെയറിൽ നമ്മൾ കാണപ്പെടുന്ന ഫൗണ്ട് ഔട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഓസോൺ എന്ന് പറയുന്നത്. ഈ ഓസോൺ അബ്സോർബ്സ് ചെയ്തിട്ട് അത് എന്തിനു വേണ്ടി പ്രിവെന്റ് ചെയ്യുന്നു? പ്രിവെന്റ് ദ ഹാംഫുൾ അൾട്രാവയലറ്റ് റേഡിയേഷൻ ഫ്രം റീച്ചിങ് ഓൺ ദ എർത്ത്, thereby protecting the life. Without ozone layer, the life would not have been possible on earth. And maximum concentration of ozone occur as 20 kilometer from the ground level. So ഓസോൺ ലെയർ, ഓസോൺ സ്ഫിയറിൽ കാണപ്പെടുന്ന ഒരു ലെയർ ആണ് ഓസോൺ. ഈ ഓസോൺ ആണ് നമ്മൾ പ്രിവെന്റ് ചെയ്ത് അൾട്രാ UV റേഡിയേഷനെ പ്രിവെന്റ് ചെയ്ത് എർത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഇത് ഒക്കർ ചെയ്യുന്നത് 20 കിലോമീറ്റർ ഫ്രം ദ ഗ്രൗണ്ട് ലെവലാണ്. സോ ഇത് ഒക്കർ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കതിൻ്റെ ഡിപ്ലീഷൻ ഓഫ് ലെയേഴ്സ്, ഓസോൺ ലെയേഴ്സ് പഠിക്കാറുണ്ട്. ഡിപ്ലീഷൻസ് നടക്കുക ഓരോരോ കാര്യങ്ങൾ വരുന്ന സമയത്താണ്. ഡ്യൂ ടു ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഓസോൺ ലെയർ ഈസ് ബിക്കമിങ് തിൻ ആൻഡ് ദ തിന്നിങ് ഓഫ് ലെയർ ഈസ് കോൾഡ് ഓസോൺ ഡിപ്ലീഷൻ. സോ ഓസോൺ ഓക്സിജൻ cycle. First we find out ozone oxygen cycle.
The ozone layer is located in the lower part of the stratosphere between 15 km and 35 km. Here the concentration of ozone is maximum 25 to 30 km. Also, the level of ozone is maintained at the level by ozone-oxygen cycle, where ultraviolet radiation that spread out the sun strikes the oxygen molecule. It split up molecule into individual oxygen atoms. The oxygen atom produced combines with the O2 molecules and produce ozone molecule. That means first O2 ആവും then അത് ഓയുമായിട്ട് ഇൻഡിവിജ്വൽ ആവും അത് വീണ്ടും O2 ഓയുമായിട്ട് ചേർന്ന് O3 ആവും. This reaction is aided by either nitrogen or oxygen, which absorb the excess energy that is liberated. Ozone thus formed will be split by ultraviolet rays into molecules of oxygen and atoms of oxygen. N2O oxygen absorb ചെയ്തിട്ട് അത് ലിബറേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഓസോണ് അൾട്രാവയലറ്റ് രശ്മിയായിട്ട് സ്പ്ലിറ്റ് ആവും. ആ സമയത്ത് അത് ഓക്സിജൻ ആയിട്ടോ അല്ലെങ്കിൽ ആറ്റംസ് ഓഫ് ഓക്സിജൻ ആയിട്ടോ മാറും. സോ ഇവിടെ ഈ രീതിയിലാണ് ഓസോൺ ഡിപ്ലീഷൻ ഓസോൺ ഓക്സിജൻ സൈക്കിളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. The concentration of ozone in the atmosphere is determined by the rate of its formation and destruction above manner. ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഓസോൺസിനെ ഡിപ്ലീഷൻ ചെയ്യുന്നത്. ഇതാണ് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ by second depletion by CFCs and BFCs. ഇത് രണ്ട് കോമ്പൗണ്ടുകളാണ്. കെമിസ്ട്രി ഓഫ് ദ ഓസോൺസ് എടുത്തു കഴിഞ്ഞാൽ CFCs and BFCs and nitric oxides are now we want to discuss. സോ ഇങ്ങനെയുള്ള ഓസോൺ ലെയേഴ്സ് നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ ഡിപ്ലീഷൻ നടക്കുന്ന പ്രോസസ്സുകൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഡിപ്ലീഷൻ ബൈ ക്ലോറോഫ്ലൂറോകാർബൺ ആൻഡ് ബ്രോമോഫ്ലൂറോകാർബൺസ്. ക്ലോറോഫ്ലൂറോകാർബൺസിന് CFCs, ബ്രോമോഫ്ലൂറോകാർബണിനെ BFCs എന്നും വിളിക്കാം നമുക്ക്. സോ ഈ CFCയും BFCയും സ്റ്റേബിൾ കോമ്പൗണ്ട് ആയിട്ട് അറ്റ്മോസ്ഫിയറിൽ കാണപ്പെടുന്നുണ്ട്. ഒരു ലോങ് റൈസ് സ്ട്രാറ്റോസ്ഫിയറിന്റെ മുകളിലൊക്കെ ആയിട്ട് ഇത് കാണപ്പെടുന്നുണ്ട്. ഇത് ത്രൂ ദ ആക്ഷൻ ഓഫ് UV radiation from the sun, these compounds, chlorine and bromine radicals are released. These radicals act as catalysts and initiate breaking down of the ozone molecules. It estimated that a single such radicals of either chlorine or bromine is capable of breaking down over a lakh of ozone molecules. Due to this action, ozone concentration is decreasing at the drastic rate of 4% per decade. As a result of the inherent long life of chlorofluorocarbon and bromofluorocarbon, they continue deplete ozone layer recurrent manner. നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് ഈ ഡിപ്ലീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഡ്യൂ ടു എ ഹ്യൂമൻ ആക്ടിവിറ്റി ഓഫ് ഓസോൺ ലെയർ ഇൻ ബിക്കമിങ് തിൻ അല്ലേ. ദ തിന്നിങ് ഓഫ് ദ ലെയർ ഈസ് കോൾഡ് ഓസോൺ ഡിപ്ലീഷൻ. ഹിയർ ക്ലോറോഫ്ലൂറോകാർബൺസും ബ്രോമോഫ്ലൂറോകാർബൺസും ഓൾറെഡി അവിടെ കാണപ്പെടുന്നതാണ്. അതിൽ നിന്ന് UV റേഡിയേഷൻസ് വരുന്ന സമയത്ത് കോമ്പൗണ്ട് ആയിട്ട് മാറുന്നു. ആ കോമ്പൗണ്ട് ഓസോൺസ് മോളിക്യൂൾസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നു. അത് പിന്നെ ക്ലോറിനും ബ്രോമിനുമായിട്ട് ബ്രേക്ക് ഔട്ട് ആവുന്നു. ദെൻ അത് കാരണം അവിടെ ഡിപ്ലീഷൻ സംഭവിക്കുന്നു. ദെൻ സെക്കൻഡ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഡിപ്ലീഷൻ ബൈ നൈട്രിക് ഓക്സൈഡ് ആണ്. ഹിയർ one molecule of nitric oxide combines with the ozone and it oxidizes nitrogen dioxide and oxygen. Here the process will be the nitrogen oxide combined with another ozone molecule
to become nitrate and oxygen. And the nitrogen oxide and nitrate then combine to form dinitrogen pentoxide. Even the atomic oxygen radially combine with the NO2 to yield NO3. Here, this is the process. Due to this series of action and reaction, ozone is completely utilized and thereby depleted. So, നൈട്രിക് ഓക്സൈഡ് ആവുന്ന സമയത്ത് നൈട്രിക് ഓക്സൈഡും ഓസോൺ ലെയറും ആദ്യം ക്ലബ് ചെയ്യും. അതിൽ നിന്ന് നൈട്രജൻ ഓക്സൈഡ് NO2 ഓക്സിജനും ആയിട്ട് മാറും. NO+O3 NO2 O2 ആവും. NO2+O3 NO3 ആവും, O2 ആവും. NO2+NO3 എന്ന് പറയുന്നത് N2O5 ആയിട്ട് NO2ഉം NO3യും കമ്പൈൻ ആക്കും. ആ ഒരു പ്രോസസ്സ് വരുന്ന സമയത്താണ് നൈട്രിക് ഓക്സൈഡിന്റെ കാരണം ഡിപ്ലീഷൻ ഉണ്ടാവുന്നത്. സോ ഇതാണ് ഡിപ്ലീഷൻ ഓഫ് ഓസോൺ ലെയർ എന്ന് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്. നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, കുഞ്ഞുനാൾ മുതലേ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് അല്ലേ? Certain physical processes that take place in the troposphere are responsible for the weather and climate of particular place. To understand clearly about the process of greenhouse effect, it is needed to know about incoming solar radiation and outgoing solar radiation. Physical process ആണ് അല്ലേ? ട്രോപ്പോസ്ഫിയറിൽ ഉണ്ടാവുന്ന വെതറും ക്ലൈമറ്റും ഒക്കെ കാരണം ഉണ്ടാവുന്ന ഒരു എഫക്റ്റിനെയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. സോളാർ റേഡിയേഷൻ ഇൻകമിങ് ചെയ്യുന്നു, അതിൽ റേഡിയേഷൻസ് ചിലത് അവിടെ നിന്ന് ചിലത് ഭൂമിനെ തട്ടി മുകളിലോട്ടേക്ക് എന്തായിട്ട് ഔട്ട് ഗോയിങ് ആയിട്ട് പോകുന്നു. സോ ആ ഇൻകമിങ് റേഡിയേഷൻ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിൽ അതെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്? ലൈക്ക് എ കോംപ്ലെക്സ് മെഗാ ഹീറ്റ് എൻജിൻ. വി വാണ്ട് ടു സേ like a complex mega heat engine. The large number of processes like air movement, evaporation and formation of clouds, precipitation, etc. takes place in atmosphere. Only 2 in billion of solar energy reaches the earth, of which only small portion is responsible for the physical and biological process. Here, the solar radiation contain X-rays, gamma rays, ultraviolet rays, that means UV rays, visible light, infrared rays, microwave, radio waves, like etc. All of these energy received by Earth, but UV, visible and infrared portion constitute over by 95%. This harmful UV radiation is prevented from reaching Earth by ozone layer. The radiation which ultimately reaches by the earth comprises mainly of visible light, which is composed of 7 colors. While traveling through the atmosphere, a portion of the radiation energy is reflected by clouds and some scattered and absorbed by gases and particles. This scattered radiation that reaches the earth is called diffuse radiation, and only small quantity of scattered radiation is reaches by earth. നമ്മൾ ഈ പറഞ്ഞു സോളാർ റേഡിയേഷൻ ഇൻകമിങ് ചെയ്യുന്നത് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് എന്താണ്? ഒരു കോംപ്ലെക്സ് മെഗാ ഹീറ്റ് എഞ്ചിനാണ്. അവിടെ നമുക്ക് സൈക്ലോൺസ് ഉണ്ടാവാം, അല്ലെങ്കിൽ സ്റ്റോംസ് കാരണം അങ്ങനെയൊക്കെ കുറേ മൂവ്മെന്റ്സ് ഉണ്ട്, ഇവാപറേഷൻ നടക്കുന്നുണ്ട്, ഫോർമേഷൻ നടക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പ്രോസസ്സുകൾ നടന്നതിനെയാണ് നമ്മൾ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ തന്നെ ഫിസിക്കലും ബയോളജിക്കലും ആയ പല പ്രോസസ്സുകൾ, അതേപോലെ പല റേസ്, സോളാർ റേസ് ആവാം, വിസിബിൾ ലൈറ്റ് ആവാം, ഇൻഫ്രാറെഡ് ആവാം, ഇതൊക്കെ ഇങ്ങനെ അതിലൂടെ പാസ് ചെയ്ത് വരുന്നുണ്ട്. അങ്ങനെ വരുന്നതിൽ UV റേസിനെയാണ് നമ്മൾ ഓസോൺ ലെയർ തടഞ്ഞു നിർത്തി അത് തിരിച്ചു പോകുന്നത്. ആ ഒരു ഇതിന്റെ കാര്യം, ആ ഒരു അൾട്രാവയലറ്റ് രശ്മികൾ അല്ലെ, ആ ട്രാവലിംഗ് ത്രൂ ദ അറ്റ്മോസ്ഫിയർ, ആ ഒരു പോർഷൻ റേഡിയേഷൻ എനർജി ഈസ് റിഫ്ലക്റ്റഡ് ബൈ clouds and some scattered and absorbed gases particle എന്നാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ വരുന്ന റേഡിയേഷൻ തിരിച്ച് ഔട്ട് ഗോയിങ് പോകുന്നു. വരുന്ന റേഡിയേഷൻ, സോളാർ റേഡിയേഷൻസ് ഔട്ട് ഗോയിങ് പോകുന്ന സമയത്ത് the outgoing radiation will be
If the energy, entire energy that is received from the sun retained in its earth surface, that planet, which would be very hot and would become habitable place. The earth, after heating up of the surface, reflects certain amount of energy. Some of the heat energy is transmitted to the upper layer of the air conduction. Heat energy emit ചെയ്യും കണ്ടക്ഷൻ ചെയ്യും then emit ചെയ്യും അതിൽ ഔട്ട് ഗോയിങ് ആയിട്ട് പോകേണ്ടത് ഔട്ട് ഗോയിങ് ആയിട്ട് പോകും അതിനാണ് നമ്മൾ ഔട്ട് ഗോയിങ് റേഡിയേഷൻ എന്ന് പറയുന്നത്. വൈൽ ദ പോർഷൻ ട്രാവൽ ചെയ്യുന്ന ഈ പോർഷൻസ് എന്താവാം, ക്ലൗഡ്സിനെ റിഫ്ലക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ സ്കാറ്റർ ചെയ്യാം, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കവിടെ കാണാൻ കഴിയും. സോ gases capable of absorbing outgoing radiation are carbon dioxide and carbon monoxide, water vapor, etc. These are called greenhouse gases. ആ ഒരു ഗ്രീൻ ഹൗസിൽ ആ ഒരു രീതിയിൽ ഫോം ചെയ്യുന്ന ഗ്യാസസിനെയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നത്. എന്താണോ അവിടെ അബ്സോർബ് ചെയ്ത ഗ്യാസ് അത് അറ്റ്മോസ്ഫിയറിൽ നിർത്തി റീറ്റെയിൻ ചെയ്ത ഹീറ്റ് എനർജി ആണെങ്കിൽ അത് റിമൈൻ ചെയ്യുമ്പോൾ അവിടെ കാണപ്പെടുന്ന ഗ്യാസസിനെയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നത്. ഈ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എഫക്റ്റ് കാരണം എർത്ത് കൂളിംഗ് എന്ത് ചെയ്യുന്നു, പ്രിവെന്റ് ചെയ്യുന്നു. അതേപോലെ ബ്ലാങ്കറ്റ് പോലെ എർത്തിന് ഒരു ബ്ലാങ്കറ്റ് പോലെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നു. ചൂട് കുറച്ചിട്ട് കൂളിംഗ് പ്രൊവൈഡ് ചെയ്ത് അതിനെ ഒരു ഫ്ലവറിഷ് ആക്കി മാറ്റി ആ ഒരു രീതിയിൽ അത് തടഞ്ഞു നിർത്തുക, ഒരു ഐഡിയൽ ക്ലൈമറ്റ് ആക്കി നിലനിർത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. The intensity of greenhouse effect varies from the place to place depending upon the concentration of gaseous ഗ്യാസ് കാരണം. അതായത് എന്താണോ നമ്മൾ അവിടെയുള്ള ഗ്യാസസ്, ഗ്രീൻ ഹൗസ് ഗ്യാസസ്, ആ ഗ്യാസസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അതിൻ്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവിടെ ഉണ്ടാകുന്ന ഗ്രീൻ ഹൗസ് എഫക്റ്റിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. For the instance, the quantity of vapor and carbon dioxide is less in dry places like a desert. The usage of carbon dioxide and released oxygen is high places where like forest and trees are. എവിടെയാണോ ഉള്ളത് കൂടുതലുള്ളത് അവിടെ നമുക്ക് ഒരു എന്താ പറയുക ഫോറസ്റ്റ് ട്രീസ് ഒക്കെ ഉള്ള ഒരു ഫോറസ്റ്റ് പോലുള്ള അബണ്ടൻസ് ആയിരിക്കും, അല്ലെങ്കിൽ അതൊരു ഡെസേർട്ട് പോയിട്ടുള്ള അബണ്ടൻസ് ആയിരിക്കും എന്നാണ് നമ്മളിവിടെ പറയുന്നത്. സോ നമ്മൾ അറ്റ്മോസ്ഫിയർ പറഞ്ഞു, അറ്റ്മോസ്ഫിയറിലെ 4 ലെയേഴ്സ് പറഞ്ഞു, അതിൽ ഓസോൺ ലെയർ എടുത്തു പറഞ്ഞു, ഓസോൺ ലെയറിൽ ഓസോൺ ഡിപ്ലീഷൻ പറഞ്ഞു, 2 പ്രോസസ്സ് വഴി നടക്കുന്നു. അതേപോലെ ഗ്രീൻ ഹൗസ് എഫക്റ്റ് പറഞ്ഞു, അതും ഗ്രീൻ ഹൗസ് എഫക്റ്റിലെ സോളാർ എനർജി, ഔട്ട് ഗോയിങ് റേഡിയേഷനും അതേപോലെ ഇൻകമിങ് ആയിട്ടുള്ള, അതായത് ഇൻകമിങ് സോളാർ റേഡിയേഷനും ഔട്ട് ഗോയിങ് റേഡിയേഷനും ക്ലബ് ചെയ്തിട്ട് നമ്മൾ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്താണെന്ന് പ്രൊഡ്യൂസ് ചെയ്തു. സോ ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങളൊന്ന് വായിച്ചു നോക്കാം.